ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടി 10th പ്രിലിംസ് എക്സാംസിനെല്ലാം വേണ്ടി പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത്? ലാക്കസ് വെറിസ് ആണ്. വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത് ലാക്കസ് വെറിസ് ആണ്. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ്. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമനാണ്. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഒലിവർ ഡീമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? അലഹബാദ് ഹാൽഡിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് ഹാൽഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭരണാധികാരി ആരാണ്? പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? ബ്യാരിയാണ്. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? ബ്യാരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ചിനൂക്കാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനൂക്കാണ്. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2008 ഓഗസ്റ്റ് 11. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 58. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 58. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞതിൽ സൂനോട്ടിക് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? എലിപ്പനിയാണ്. താഴെ പറഞ്ഞതിൽ സൂനോട്ടിക് എന്നറിയപ്പെടുന്ന അസുഖം എലിപ്പനിയാണ്. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചതെന്നാണ്? 2013. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ച 2013. ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസ് ആണ്. ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റലാണ്. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റലാണ്. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ബോട്സ്വാനയാണ്. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ബോട്സ്വാനയാണ്. നമ്മളിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഓക്കെ, താങ്ക് യു ഓൾ.